ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. സർക്കാർ ഇന്നാണ് ഔദ്യോഗികമായി ഉത്തരവിട്ടത് ആരൊക്കെയാണ് അന്വേഷണ ചുമതലയുള്ളതെന്ന്. അങ്ങനെ ഒരു പ്രത്യേക ടീമിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. DGP ആയിരിക്കും, ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആയിരിക്കും ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ആളുകളെ, അതായത് MR അജിത് കുമാറിനെയും P ശശിയെ പോലുള്ള ആരോപണ വിധേയരായ ആളുകളെ തൽസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ അന്വേഷണം എത്രമാത്രം വിജയിക്കുമെന്നാണ് ആശങ്ക പ്രകടിപ്പിക്കപ്പെടുന്നത്. ഏതൊക്കെ തരത്തിലാവും ഇവരെ മൊഴിയെടുക്കുക, അല്ലെങ്കിൽ ഇവരെക്കാൾ റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെ ഇവരെ അന്വേഷിക്കും, ഇവർക്കെതിരെയുള്ള കുറ്റം അന്വേഷിക്കും എന്നൊക്കെയാണ് പൊതുവെയുള്ള ആശങ്ക ഉള്ളത്. ഏതായാലും സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അന്വേഷണം നടക്കുമെന്ന്. ഇന്ന് അതിന് ഉത്തരവ് ഇട്ടിട്ടുണ്ട്, വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി. ഇത് നൽകുന്ന സൂചനകൾ തൻ്റെ ഓഫീസും അതായത് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലീൻ ആക്കുന്നു എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ശക്തവും തെളിവുകൾ ഈടുറ്റതുമാണ്. ഒന്ന്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി MR അജിത് കുമാറിൻ്റെ ബന്ധമുണ്ടെന്നാണ് ഭരണകക്ഷിയുടെ MLA തന്നെ, ഭരണകക്ഷിയിൽപ്പെട്ട MLA PV അൻവർ തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൊലപാതകം, അത് ഗുരുതരമായ ആരോപണമാണ്. മറ്റൊന്ന് ഫോൺ ചോർത്തൽ. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ മാധ്യമവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ MR അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിൻ്റെ, അതായത് രാജകുടുംബം താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ പുറകിലായി ഒരു സെൻറ്റിന് ഏകദേശം 60 മുതൽ 70 ലക്ഷം രൂപ വരെ വിലയുള്ള സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ കൊട്ടാര തുല്യമായ ഒരു വീട് കെട്ടിപ്പൊക്കുന്നു. ഇതിനൊക്കെ പണം എവിടെ നിന്നാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും MR അജിത് കുമാറിന് വളരെ ശക്തമായ കോൺക്രീറ്റ് എവിഡൻസോട് കൂടിയാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി PV അൻവറിനെ തള്ളിപ്പറയാതെ MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ MR അജിത് കുമാർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു, മുഖ്യമന്ത്രിക്ക് തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും താൻ തന്നെ കത്ത് നൽകി എന്നുള്ളത്. കാരണം തൻ്റെ മേൽ വന്ന ആരോപണ ശരങ്ങൾ അല്ലെങ്കിൽ ആരോപണ കറ കഴുകിക്കളഞ്ഞ് താൻ ശുദ്ധനാണ്, താൻ അഴിമതിയൊന്നും കാണിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു MR അജിത് കുമാറിൻ്റെ ശ്രമം. എന്നാൽ ഇന്ന് അന്വേഷണ സംഘത്തെ കൂടി പ്രഖ്യാപിച്ചതോടെ അന്വേഷണം ശക്തമാക്കും എന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൽ M ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിലൂടെ നടന്ന സംഭവങ്ങൾ. M ശിവശങ്കറിനെ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞു സസ്പെൻഡ് ചെയ്തു, അതോടുകൂടി അവിടെ ക്ലീനായി എന്ന്. അതുപോലെ തന്നെ CM രവീന്ദ്രൻ, ഇവരെയും മുഖ്യമന്ത്രി ഒപ്പം നിർത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ട്. ശിവശങ്കറിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. പിന്നെ ശിവശങ്കറിൻ്റെ ജയിൽവാസമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വിരാജിക്കുന്നത് എന്ന ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കണ്ടിരിക്കില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ചുമ്മാതിരിക്കില്ല എന്ന ശക്തമായ സൂചന തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെതിരെയുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇപ്പോൾ PV അൻവറിൻ്റെ ആരോപണങ്ങൾ മുൻനിർത്തി MR അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണം. ഏതായാലും സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലീൻ ആക്കാൻ തന്നെ ആകും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ തൊപ്പി തെറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.